ബോയ്സ് ബാത്റൂം ഇതാണ്, പക്ഷെ എനിക്ക് മനസ്സിലാകാതെ ഇവിടെ രണ്ട് കമോഡ് എന്തിനാന്ന് മനസ്സിലാകുന്നില്ല. മറ്റേത് കഴുകാനുള്ള വല്ലതാണ്. ഇതെങ്ങനെ കഴുകുന്നത്? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? എന്താണ്? വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഇവന്മാർ ഇവിടെ നിന്ന് ഞാൻ മാറാൻ പോവുകയാണ്. ഇന്നലെ രാത്രി ഇവരായിട്ട് തങ്ങിയത്. ഇവൻ എൻ്റെ കൂട്ടുകാരൻ. എൻ്റെ കൂട്ടുകാരൻ അവൻ മുംബൈയിലുള്ളതാ. അപ്പോൾ അവൻ ഇന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ എന്തായാലും ഇനി ഒരു 9 ദിവസം ഇവിടെ ഉണ്ട്. അപ്പം വേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്നും കൂടി ഇവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. രാവിലെ ഫുള്ളും, പിന്നെ വൈകുന്നേരം നമുക്കൊരു റൂം കണ്ടുപിടിക്കണം. റൂമൊന്നും ഞാൻ ബുക്ക് ചെയ്ത ശീലമില്ല. എനിക്ക് പുറത്ത് ആദ്യമായിട്ടായിരിക്കും ഇന്റർനാഷണൽ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം ഇവൻ എന്തൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പാക്ക് ചെയ്ത് അങ്ങനെ സംഭവം ഇല്ല, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ അവൻ്റെ കൂടെ പോകാം. ആയിട്ട് നമുക്ക് പിന്നെ റൂം തപ്പി പിന്നെ അവിടെ ആയിട്ട് സെറ്റിലാണ് രാത്രിയൊക്കെ ആകുമ്പോൾ. എന്നാലും ഇന്ന് കുറച്ച് പണിയുണ്ട്. ഇവൻ എന്തൊക്കെയാണ് മേടിക്കുന്നത് എനിക്കറിയത്തില്ല. 2500 രൂപയ്ക്കൊക്കെ നല്ല റൂമാണ് അവിടെ കിട്ടുന്നത് എനിക്ക് അറിയുന്നില്ല. അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് ശീലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന UAE എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മെട്രോ റെഡ് ലൈൻ ഉണ്ട്. അതിന് ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിൻ്റെ അവിടെ. കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ഇപ്പോൾ അതിന് തലവേദന മാറി ഇന്നലത്തെ. അപ്പോൾ ഇവരിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ പോകാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഒമ്പര ഇരിക്കുന്നു. ഇവിടെ പിന്നെ ഒടുക്കത്തെ വണ്ടികളാണ്, പറയേണ്ട ആവശ്യമില്ല. വന്നിറങ്ങി ടൊയോട്ട സുപ്രീമിനെ കണ്ണതിന് കാണിക്കില്ല. അത്രയ്ക്ക് വണ്ടി നിന്നിട്ടുണ്ട്. ഫസ്റ്റ് കാർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വരുന്നത് തോന്നുന്നു. മരുഭൂമിക്ക് അത് ഐസ്ക്രീം കഴിക്കുക, വെള്ളം മാത്രമല്ല ആദ്യം. ബോയ്സ് നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. ഐസ്ക്രീം നടക്കുക. ബോയ്സ് നാട്ടിൽ എനിക്ക് മേടിക്കാൻ പറ്റില്ല. BYD ഈ വണ്ടി BYD. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വലിയ ദൂരമില്ല, മെട്രോ അടുത്തായിട്ട്. നടക്കാൻ വൈകി പട്ടി വെയില തോളുകൾ പോകും. ഇങ്ങനെ ഈ വണ്ടി നമ്മുടെ നാട്ടിലില്ല. മെട്രോ ഇപ്പോൾ എത്തും. നടന്നു വരാനുള്ള 1 കിലോമീറ്റർ കൊണ്ട് ഉള്ളായിരുന്നു. ഇതാണ് BYD വണ്ടി. എൻ്റെ ലഗേജ് എടുത്തിട്ട് പോകണേ. ഇവിടുന്ന് ഇവൻ പ്ലാൻ ഇട്ടൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ. അതുകൊണ്ട് ഇവൻ അതൊക്കെ ചോദിച്ച് എനിക്കതിനെ പ്ലാനൊന്നുമില്ല. എനിക്ക് എവിടെയെങ്കിലും പോയി എവിടെയും തങ്ങിയാൽ മതി. ആ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കുന്നു. ഇത് ഫ്രീ സോൺ എന്ന് പറയുന്ന സംഭവം. ഇവിടെ വലിയ വലിയ കമ്പനിയും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് ഇങ്ങോട്ട് ഇനി അറ്റത്തോടെ ഫ്രീ സോൺ ആണെന്നൊക്കെ. അത് എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായില്ല. ഒന്നാർ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വലുതായിട്ട് മെട്രോ സ്റ്റേഷൻ ആൾക്കാരൊന്നുമില്ല. അവസാനം സ്റ്റോപ്പ് ആയതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്ന മെട്രോയിൽ തിരിച്ച് ഇങ്ങനെ ഇട്ട് വരും. ബോയ്സ് നമുക്ക് അപ്പോൾ കയറേണ്ട സമയത്ത് ഇവിടെ എങ്ങോട്ടാണെങ്കിൽ പോകുന്ന അറിയത്തില്ല. നമ്മന്മാർ ഏതോ മെയിൻ ഏരിയക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മറ്റേ സാധനം മേടിക്കാൻ പിന്നെ ഇവിടെ വരും 2 ദിവസം കഴിഞ്ഞിട്ട്. ഇവൻ്റെ ഇവിടെ തന്നെ, ഇവൻ്റെ ഇവിടെ അല്ലേ വീട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. ഇവിടെയൊക്കെ എത്തിയിട്ടില്ല. ഇപ്പോഴും അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കും. ഇരിക്കും. ഇവരുടെ മെട്രോയുടെ പേര് വരെ മാറിപ്പോകും. ആരെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരിലോട്ട് ആക്കുമെന്ന് അവന്മാർ പറഞ്ഞത്. ഇപ്പോൾ ഇത് UAE എക്സ്ചേഞ്ച് ആയിരുന്നു. നാളത്തേക്ക് അപ്പോൾ UAE എക്സ്ചേഞ്ച് ആയിരിക്കും. വേറെ വല്ല പേരായിരിക്കും. ബോയ്സ് അപ്പോൾ നമ്മൾ മെട്രോന്ന് ഇറങ്ങി ബുർജുമാൻ മെട്രോയിലോട്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ബിൽഡിങ് ബുർജുമാൻ്റെ മോളാണെന്ന് തോന്നുന്നു. മെട്രോ അടുത്ത് തന്നെ ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 3500 കണ്ടായി. ഇവിടെ എല്ലാ ഹോട്ടലിനകത്തും ഏകദേശം ഹോട്ടലനുസരിച്ച് ഒരു ടൂറിസം ഫീസ് കൂടി കൊടുക്കണം. ഇപ്പോൾ ഹോട്ടൽ 350 രൂപ അങ്ങനെയല്ല കൊടുക്കേണ്ടി. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ കാർഡ് വെച്ച് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് OTP ഒന്നും വരുന്നില്ല. ഇപ്പോൾ മറ കാർഡ് വെച്ചാൽ ബുക്ക് ചെയ്തു. OTP വരാത്തതുകൊണ്ട് ഇനി ബാക്കിയുള്ള ദിവസം ഞാൻ എങ്ങനെ റൂം ബുക്ക് ചെയ്യുന്നുള്ള ടാസ്ക്. അപ്പോൾ തൽക്കാലം അവൻ്റെ കാർഡ് വെച്ച് ബുക്ക് ചെയ്തു. ബോയ്സ് അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. അവിടെ കൂടി അകത്ത് പോകണമെന്ന് തോന്നുന്നു. ബോയ്സ് അപ്പോൾ ഞാൻ ഹോട്ടലിൽ കയറി 305 കണ്ടാണെന്ന് തോന്നുന്നു. 315 അവന്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് അറിയത്തില്ല. ലഗേജ് അവർ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടല്ല അങ്ങോട്ടാണ് കണ്ടത്. കൊള്ളാം. റൂം എന്തായാലും കുഴപ്പമില്ല. ഇവന്മാരും പുറകെ ലഗേജ് എത്തി. റൂം ഇത്രയൊക്കെ ഉള്ളൂ. പറയുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3500 രൂപയുടെ 3000 രൂപ ഹോട്ടലിന്, പിന്നെ ഇവിടെ 350 കണ്ട് ടൂറിസം ഫീ ആണ്. ഇത് 4 സ്റ്റാർ 3 സ്റ്റാർ ആണ് 5 സ്റ്റാർ. അതനുസരിച്ച് 15 ദിറം 10 ദിറം 20 ദിറം ഒക്കെ. ഒറ്റയ്ക്ക് ഇപ്പോൾ ദിറമായ മോനെ എന്ത് ചെയ്യാനാ. ഞാൻ ഇന്ത്യൻ റുപ്പിയൊക്കെ മാറിയപ്പോൾ ദിറമിലാണ് കണക്ക്. ബാത്റൂം ഇതാണ്, പക്ഷെ എനിക്ക് മനസ്സിലാകാതെ ഇവിടെ 2 കമോഡ് എന്തിനാന്ന് മനസ്സിലാകുന്നില്ല. മറ്റേത് കഴുകാനുള്ള വല്ലതാണ്. ഇതെങ്ങനെ കഴുകുന്നത്? എന്തുവാണിത്? ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ സാധനമാണോ ഇത്? ഇങ്ങനെ കുനിഞ്ഞിരിക്കുക, സ്കോട്ട് ചെയ്തിരിക്കാനാണ് ഇത്? എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇത്? ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതെന്താണ് ഇങ്ങനെ? ഇവൻ പറയുന്ന ആ സാധനം മുമ്പിൽ നിന്ന് കഴിയാനാണെന്ന്. ഇവൻ ജന്മത്തിൽ ഇതുവരെ ഞാൻ മുമ്പിൽ നിന്ന് കഴിയിട്ടില്ല. ആണുങ്ങളാരും മുമ്പിൽ നിന്ന് കഴിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അറിയാമെങ്കിൽ കമന്റ്സിൽ പറയും. ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി എന്തായാലും അവൻ കഴിച്ചിട്ട് പിന്നെ ഇവൻ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം. അത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ പോകുന്നു രാത്രി. അപ്പോൾ നമ്മൾ ഷവർമ കഴിക്കുന്നത് വിചാരിച്ച്. അല്ല ഷവർമ ഇത് ഹോട്ടലിനടുത്ത് തന്നെ. അവിടെ ആട്ടോ ഹോട്ടലിൽ. അവിടെ നേരെ നടന്നു ഇങ്ങോട്ട്. കുറച്ച് നീണ്ടയാണല്ലോ. ഇവിടെ പാട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വളരെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു ബീഫ് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമ തിരിയുന്ന കണ്ട ദൈവമേ. നമ്മുടെ ഷവർമ എത്തി ബോയ്സ്. 300-350 നല്ല നീളമുണ്ടല്ലോ. മണ്ണമില്ല, നീളമുണ്ട്. ഇത് ഞാൻ ബീഫ് മേടിച്ചത്. ഇവിടെ ഹമ്മസ് കിട്ടും. ടേസ്റ്റ് കാണാൻ നോക്കട്ടെ. ഞാനാണോ നോക്കട്ടെ. എനിക്ക് തോന്നിയത് മയണീസ് ആണ്, പക്ഷേ ഇത് ഗാർലിക് സോസാണ്. ഇത് ഹമ്മസ് ആയിട്ട് നോക്കട്ടെ. ഹമ്മസ് എന്താ കയ്പാണ്? ഒരിക്കലും കയ്പല്ലേ ഇത്? അതെല്ലാം ഷവർമ കൊള്ളാം, പക്ഷേ ഹമ്മസിന് ഇഷ്ടപ്പെട്ടില്ല. എന്തിനായിരുന്നു കയ്പെന്ന് എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ആ ഷവർമയ്ക്കാനായിരുന്നു നല്ല കയ്പ്. ചിലപ്പോൾ ഞാൻ ആ ഹമ്മസിനായിരിക്കും. കാരണം ഒടുക്കത്തെ കയ്പായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. അത് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വലുതായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. എന്നാലും നമുക്ക് ഇനി കുറേ കഴിക്കാനുണ്ട്. എനിക്ക് നാളെ തൊട്ടൊക്കെ മെയിൻ ചാനലിൽ കുറച്ച് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്. എല്ലാം മോനെ ഇവിടുത്തെ ബെസ്റ്റ് ഷവർമ, ഇവിടുത്തെ ബെസ്റ്റ് ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. കുറേ കഴിച്ചിട്ട് പോകുന്നുള്ളൂ ഇവിടുന്ന്. ഞാൻ എന്തായാലും
അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷനിലോട്ട് കയറാം നമ്മൾ പിന്നെയും. അപ്പോൾ എൻ്റെ മെട്രോൻ്റെ കാർഡിനകത്ത് ഞാൻ പൈസ ഇടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഇപ്പം വേറെ സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സ്ഥലം കൊള്ളാം. ചൂട് എന്താണ് ചൂട് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടില്ല. അതല്ല സ്ഥലം നൈസാണ്. ഓൾമോസ്റ്റ് ഒരു ടോണാണ്, എന്നാലും നല്ല ചൂടാൻ തോന്നി ഇവിടെ. അവൻ ഐപ്ലാരറ്റി കയറിപ്പോയാൻ എയർപോർട്ട്സ് മേടിക്കണം. ഇവനെ കയറുന്നതിന് മുമ്പ് ഇറങ്ങിയല്ലേ. 1-2 സ്ഥലത്തിന് അവൻ പ്രൈസ് കൺഫേം ചെയ്തിട്ട് മേടിക്കുമല്ലോ. ബോയ്സ് ഇവിടെ അവർക്ക് കുറേ എന്താണ് ഫോണിൻ്റെ കടകളാണെന്ന് തോന്നുന്നു. കുറേ കടകൾ പോയി അവരത് സെലക്ട് ചെയ്തില്ല ഇതുവരെയായിട്ട്. പ്രൈസ് നല്ല വില പറയാം കേട്ടോ. ഞങ്ങൾക്ക് അറിയാം പറഞ്ഞിട്ട് കാര്യമില്ല. നീ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യും ഇവിടെ ഒടുക്കത്തെ ചൂടാണ് ദൈവമേ ചൂട് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് വയ്യ. നമ്മൾ അവിടെ നിന്ന് മേടിച്ചില്ല ബോയ്സ്. അവിടെ 685, ഫസ്റ്റ് സ്ഥലത്ത് പറഞ്ഞത് 700. നമ്മൾ പറഞ്ഞോട് തപ്പുമാണ്. വേറെ എന്ത് പറയുന്നു. ഈ കടയിലോട്ട് കയറാം ബോയ്സ്. ഇവിടെ 675. എടാ ഒരു കാർഡ് എടുക്കത്തില്ല. കാർഡിൽ എക്സ്ട്രാ എന്തോ 3% ആണ്. നാട്ടേക്കാൾ നല്ല വില കുറവാണ്. എന്ന് വെച്ചാൽ 675 രൂപ എന്ന് പറയുമ്പോൾ നല്ല വില കുറവാണ് ബോയ്സ്. അവർ ക്യാഷ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യാഷ് എടുത്തിരിക്കുന്നു. എനിക്ക് ഓൾറെഡി സ്ട്രീമിംഗ് സെറ്റപ്പിന് ഇനി ഒരു 70,000 ചിലവാകുന്നുണ്ട്. അതിന്റെ പൊക്കത്ത് എന്തായാലും കുറെ നാളായിട്ട് എനിക്ക് ഇയർപോർട്സ് ഒരു ഇയർഫോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇവന്മാർക്ക് വേണ്ടി തപ്പി ഞാനും കൂടി മേടിക്കുകയാണ്. അവൻ എന്നാണ്ട് 2 മേടിച്ച് ഞാൻ 1 മേടിക്കും. 3 എയർപോർട്സ് മേടിക്കും. എയർപോർട്സ് പ്രോ നാട്ടിൽ 25,000 രൂപ കണ്ട, ഇവിടെ 15,500 കണ്ട. അത്ര ഇവിടെ സ്ട്രീമിംഗ് ഗിയർ വരുന്നില്ല. അതിന്റെ പൊക്കത്തെ പറഞ്ഞാൽ 70,000 ചിലവാണ്. അത് ഇവന്റെ വീട്ടിലോട്ട് നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്ത് കൊടുക്കാം. സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 4 ലക്ഷത്തിന് ചിലവാണ്. അവസാനം അത്രയും പൈസ സ്ട്രീമിനകത്ത് എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം. പൈസ ഓരോ കാര്യത്തിനൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രീം ചെയ്യാനുള്ള മൈൻഡിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും ഞാൻ പിഴിഞ്ഞ് അവസാനം ഞാൻ ഇവിടെ ദുബായിയുടെ തെരുവുകളിലൂടെ നടക്കേണ്ടി വരും. ഒരു 2ാമത്തെ ദിവസം ആയുള്ളൂ. എൻ്റെ 1 ലക്ഷം പോകാറാണ്. നല്ല കായിക്കൊണ്ടിരിക്കുക ബോയ്സ്. അങ്ങനെ ഫൈനലി ഒരു എയർപോർട്സ് പ്രോ 2 മേടിച്ചിരിക്കുന്നു. അവൻ്റെ അനിയത്തിക്ക് വേണ്ടി ഫോണും മേടിച്ചിരിക്കുന്നു. ഇതാണ് സംഭവം. എന്തായാലും നോക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ട് കുറെ നാളായിട്ട് എയർപോർട്സ് ഇല്ലായിരുന്നു. എയർപോർട്സില്ല, ഇയർഫോണേ ഇല്ലായിരുന്നു. ബോയ്സ് അപ്പം 3 എയർപോർട്സ് കൈ കിട്ടിയിരിക്കുകയാണ്. 3 എൻ്റെ അല്ല, 1 മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ തോന്നുന്നുണ്ട് ചെയ്ത് വെക്കട്ടെ. കുറെ നാളായി. ഇത് മറ്റേ നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളതല്ലേ. ഞാൻ ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് മാറി ഇവന് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് മേടിക്കുന്ന ഒരു നല്ല വില കുറഞ്ഞ ഷോപ്പിലോട്ട് കയറിയിരിക്കുന്നത് ഡേ സ്റ്റാർ എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞു. ശിവൻ പറഞ്ഞു. ഞാൻ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ചോക്ലേറ്റ്സ് ഉണ്ട് പറയുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോകാൻ എനിക്ക് വലിയ ആവശ്യമില്ല. ബോയ്സ് ഇവിടെ സാധനത്തിന്റെ മേത്ത് MRP ഒന്നും ഇല്ല കേട്ടോ. ഈ കട തന്നെ ഡിസൈഡ് ചെയ്യുന്നു. ഈ കടയുടെ പേരായത് ഡേ സ്റ്റാർ ആണ്. അല്ല അതിന്റെ പൊക്കത്ത് പ്രൈസ് കാണുന്നില്ല. കട നോക്കി പറയാനത്ത് എനിക്കറിയത്തില്ല. നിങ്ങൾ കമന്റ്സിൽ പറ അങ്ങനെയാണല്ലേ. പക്ഷെ കടയാണ് ഡിസൈഡ് ചെയ്യുന്ന സാധനത്തിന്റെ വില. കൂടിയ കടയാണ് വില കൂടുതൽ വേണം. എല്ലാ പർച്ചേസും കഴിഞ്ഞ് വീട്ടിലെത്തി. എത്ര സാധനമൊക്കെ മേടിച്ചു നോക്കിയവന്മാർ. അവിടെ ഐഫോൺ, ഇവിടെ മിഠായിയുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. എന്തായാലും കൊണ്ടുപോട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇവനെ കൊണ്ട് ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ എയർപോർട്സ് പ്രോ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അകത്ത് എന്താണെന്ന് നോക്കട്ടെ. നോക്കട്ടെ എന്താണെന്ന്. ഒന്നുമില്ലേ, ഇതേണ്ടിരിക്കുന്ന സാധനം. മോനെ സൈസ് ചെറുതാണല്ലേ. ഐഫോൺ മേടിച്ച് 2 വർഷം ആറായിട്ടാണ് മേടിക്കുന്നത്. ബോയ്സ് അപ്പോൾ ഇവനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വലുതായിട്ടൊന്നും കേൾക്കുന്നില്ല പറയുന്നത്. മനസ്സിലാക്കുന്നു ചോദിക്കാതിരിക്കുന്ന സംഭവം. അവൻ പോവുകയാണ്. ഇവിടുന്ന് തന്നെ 3 സ്റ്റോപ്പ് കണ്ടുള്ളൂ ദുബായ് എയർപോർട്ട്. ഇവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വരായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഈ സാധനം വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി വിട പറയുകയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ വരുന്നില്ല, സ്വന്തമായിട്ട് നോക്കും. ഇത് ഈ മെട്രോ കണക്റ്റഡ് ആണ് എയർപോർട്ടുമായിട്ട്, ദുബായ് എയർപോർട്ടുമായിട്ട്. അപ്പോൾ ഡയറക്റ്റ് പോകാം. ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. ബൈ. ഒരു 8 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വരേണ്ടി വരും. എന്തെങ്കിലും ഞാൻ പോയി കഴിക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വേണം. ഇനി പോലെ ഒറ്റയ്ക്കാവും. ഇവൻ ഇനി മെട്രോ ഇന്ന് പോകും. ഇവനെ അടുത്ത ആഴ്ച കാണാം എൻ്റെ വീട്ടിൽ പോകാം. ഫ്രൈഡേ സാറ്റർഡേ. ബോയ്സ് അപ്പോൾ അവനൊക്കെ പോയി. ഇനി ഞാൻ അടുത്ത ഒരാഴ്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക്. അവിടെ പോയി ഈ എസ്കലേറ്ററിലൊക്കെ ഇല്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ നടന്ന് പോകാം. എഴുതിയിരിക്കുന്നത് ഇവിടെ നടന്ന് കയറാം. ഇവിടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നടന്ന് മുഖത്തോട്ട് കയറാം. എന്തായാലും കൊള്ളാം അങ്ങനെ കയറി പോകുന്നത്. എൻ്റെ സ്റ്റോപ്പ് ചെയ്ത രാത്രി കുഴപ്പമില്ല, എന്നാലും ചൂടൊക്കെ തന്നെ. ഞാൻ എന്തെങ്കിലും പാർട്സ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. വലിയൊരു കടയിൽ നിന്ന് പോലെ മേടിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം നാളത്തേക്ക് നീ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാണ്ട്. ഇന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോയി റൂമിൽ വെച്ചൊന്ന് കഴിച്ച് ഉറങ്ങട്ടെ. ഉറക്കം ശരിയായിട്ടില്ല ഇന്നലെ. ഇനി ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പോകുമായിരിക്കും. നമ്മൾ രാവിലെ കഴിച്ച് ഷവർമയുടെ സ്ഥലമാണ് കയ്പായിരുന്നു. ബോയ്സ് ഞാൻ സൈഡിലുള്ള മോളിലോട്ടൊന്ന് കയറി. എനിക്ക് വല്ല വെള്ളം എടുത്തോണ്ട് പോകായിരുന്നു. ആ റൂമിന് വെള്ളം ഉണ്ട്, പക്ഷേ 2 ലിറ്റർ കൈ ഇരുന്ന് കഴിഞ്ഞാൽ ആ റൂമിൽ നല്ലത്. ഇവിടെ ഇരിക്കുന്ന വെള്ളം ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. ഇത് കൊള്ളാവാ, എനിക്കറിയില്ല. ഓറഞ്ച് ജ്യൂസ് 100% ജ്യൂസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പറഞ്ഞ എടുത്തേക്കാം. വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി എടുത്തേക്കാൻ വേണം. ഗോവയുടെയും ലെമണയുടെ ഗോവ എടുക്കണം. കുറേയൊക്കെ ഉണ്ട്. ഇവിടെ എടുക്കാന്ന് കഴിഞ്ഞാൽ എടുക്കാൻ മാത്രം സമയം കാണത്തുള്ളൂ. ബോയ്സിലെ സ്വന്തമായിട്ട് ചെക്കൗട്ട് ചെയ്യുന്നു. ഞാൻ നക്കിയില്ലല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് എന്തോ ആയി. സ്കാൻ യുവർ ഷെയർഡ് ഐഡിയ ടിപ്പ് ടു പേയ്മെന്റ്. വീടിന് കൊടുത്താൽ മതിയായിരിക്കും. ബോയ്സ് അപ്പോൾ അതായിട്ടുണ്ട്. എനിക്ക് ഇറങ്ങി വന്നല്ലോ. ബോയ്സ് ഞാൻ ആ ജ്യൂസും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. 2 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും. ആ ബസർ അടിക്കും. ഇപ്പോൾ കിടന്ന് ഷുഗർലെസ് ഗോവ കൊള്ളാം കേട്ടോ. എന്നുവെച്ചാൽ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി പോകുന്നതുകൊണ്ട് നല്ല ഹൈഡ്രേറ്റ് ഫീൽ കിട്ടുന്നുണ്ട് എനിക്ക്. എനിക്കിവിടെ കുറേ സംഭവം ഉണ്ടോ എന്തുകൊണ്ടും മേടിക്കുക. എനിക്ക് വയ്യ. പൈസയുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രീം ചെയ്ത് തുടങ്ങണം. പിന്നെ ഫുൾ ട്രാവലായിരിക്കും. സ്ട്രീമിൻ്റെ ഗിയറിന് ഇപ്പോൾ എത്ര രൂപയായി. അതല്ലാതെ അതിൻ്റെ ഗിയറിന് വേണ്ടി വേറെ 2 സാധനം വേണം. അത് ഞാൻ മേടിച്ചിപ്പോയിരുന്നു. അതൊന്ന് 70K ആയി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. 5-6 ദിവസത്തേക്ക് തരും. അപ്പോൾ അതെൻ്റെ ഓർഡറാണെന്ന് തോന്നുന്നു. മേടിക്കട്ടെ. താങ്ക് യു.
എൻ്റെ 2 ഷവർമ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതിന് എന്തായാലും ഞാൻ റൂമിലോട്ട് പോവുകയാണ്. ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുക. നമുക്ക് നാളെ കാണാം. നാളെ കുറേയൊക്കെ പണിയുണ്ട്. എനിക്ക് എൻ്റെ കുറച്ച് വീഡിയോ ഐഡിയാസ് ഉണ്ട്, കുറച്ച് കമ്പാരിസൺ വീഡിയോ ഒക്കെ ഉണ്ട്, അത് നാളെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തുക. കുറച്ച് നല്ലതായിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ എന്തായാലും ശരി. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. Wonderful. I'll see you guys next time. Do not take care. Peace.